ഇത് ചുമതല മിക്കവാറും ഞാൻ അവനെ ഏൽപ്പിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോകുന്നതേ അഭിയോ അവന്റെ അമ്മയോ ആയിരിക്കും. കാരണവന്മാരായിട്ടുണ്ടാക്കിയ ഈ സ്ഥാപനത്തിന്റെ പേര് അതേപടി നിലനിർത്തുന്നവർ വേണം ഈ കമ്പനി നോക്കി നടത്താൻ വേണ്ടി. അവർക്കേ നമ്മൾ അധികാരം കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് മുത്തശ്ശൻ എന്നെ പിടിച്ച് ഈ കമ്പനിയുടെ MD ആക്കിയത്. അപ്പോ ഞാനും മുത്തശ്ശന്റെ അതേ വഴിയിൽ വേണ്ടേ സഞ്ചരിക്കാൻ. കമ്പനിക്ക് ദോഷമാവുന്ന ഒന്നും ഞാനും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ ഒരു സ്റ്റാഫിനെ വെച്ചാൽ പോലും അയാള് കമ്പനിയെ നന്നായിട്ട് സേവിക്കുന്നവനാണെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ. ഇവിടെ പിന്നെ അനിയനിക്ക് ഓർമ്മയായ കാലം മുതലേ അറിയാം, അവൻ ആരെയും ചതിക്കില്ല. അവനത് അറിയത്തുമില്ല. ഏതായാലും ഇന്നത്തെ ഈ വാർത്തയുണ്ടല്ലോ, അത് ഞാൻ ഒരുപാട് കാലമായിട്ട് കേൾക്കാൻ കുറിക്കുന്ന വാർത്തയാണ്. ഡിവോഴ്സ് ചെയ്യാതെ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതാ നല്ലത്. അല്ലെങ്കിലും വക്കീൽ പറയുന്നത് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ കേസ് കൊടുക്കാന്നല്ലേ. ഏറ്റവും വലിയ രസം, ആ കള്ളമൂർത്തിയുടെ ഭാര്യയെ പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അവരൊരിക്കൽ പോലും നമ്മളെ മോളെ നോവിച്ചിട്ടില്ല. അവരാരെയും നോവിക്കാത്തവരാ രേവതി. പക്ഷേ അവരെ നമ്മൾ നോവിക്കും. അവിടെ പിന്നെ ആരും ഒന്നും നോക്കില്ല. ഈ കേസ് ഒതുക്കാനേ നോക്കൂ. അപ്പോഴാണ് നമ്മൾ 50 കോടി ആവശ്യപ്പെടുന്നത്. നിങ്ങളിനി കോടിക്കണക്കൊന്നും പറയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം 20 കോടിയെന്നും പറഞ്ഞു പോയിട്ടെ അടിയും വാങ്ങിയാ വന്നത്. ചിന്തിക്കുന്ന പോലെ കോടതി കയറാൻ അനന്തപുരിയിലെ മുത്തശ്ശിക്കും താല്പര്യം കാണില്ല. അങ്ങനെ കോടതി കയറാതിരിക്കാൻ വേണ്ടി നമ്മളെ 3 ആളെ അങ്ങ് കൊന്നാലോ? അതുകൊണ്ടാ അമ്മേ ഞാൻ മുൻകൂട്ടി ചാനലുകാരോട് പറഞ്ഞത് എനിക്കും എന്റെ വീട്ടുകാർക്കും ജീവന് ഭീഷണിയുണ്ടെന്ന്. ഇനിയിപ്പോ നമുക്ക് സ്വാഭാവികമായ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും നാട്ടുകാരെ അവരെ സംശയിക്കുള്ളൂ. അതിന്റെ പേരിലേ ഇവിടെ വാർത്തകൾ ഉണ്ടാവും, വിവാദങ്ങളും ഉണ്ടാവും. ഒരു വെടിക്കുള്ള മരുന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് രേവതി. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കോൾ ഉണ്ടായിരുന്നു. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ട് അവള് കേസ് ഫയൽ ചെയ്തിരിക്കുക. ആ അനാമിക അനിയുടെ പേരിൽ മാത്രമല്ല, ദേവയാനി മോളും മോനും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ മോന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും പ്രതി ചേർത്തിട്ടുണ്ട്. കംപ്ലൈന്റ് കൊടുക്കുമ്പോ എല്ലാവർക്കും എതിരായിരിക്കുമല്ലോ കൊടുക്കുന്നത്. അനിയൻ നമ്മളെയൊക്കെ വേദനിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അവർ ചെയ്യുവച്ചാ. മുത്തശ്ശൻ അനാമികയുടെ അച്ഛൻ അടി കൊടുത്തതാ അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. 2 അടി കിട്ടിയാലും അവരാവശ്യപ്പെട്ട പണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് നീക്കുപോക്കിനും തയ്യാറാവുന്ന കൂട്ടരാ ഇത്തരക്കാര്. അവിടെ മുത്തശ്ശന്റെ നിലപാട് തന്നെയാ ശരി. ഇത്തരക്കാർക്ക് കാലണ പോലും കൊടുക്കാൻ പാടില്ല. കേസ് നടത്തുവാണെങ്കിൽ അവരാവശ്യപ്പെടുന്നതിന്റെ 4 പോലും ചെലവാവില്ലല്ലോ അച്ഛാ. പക്ഷേ കോടതിയിൽ കേസ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ബാക്കി അങ്ങോട്ടുള്ള പോക്ക്. ഇനിയിപ്പോ അവര് പറയുന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ നഷ്ടപരിഹാരമായിട്ട് നല്ലൊരു തുക അനാമികയ്ക്ക് കൊടുക്കേണ്ടി വരും. അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ശരിയല്ലല്ലോ അച്ഛാ. ഇതുപോലെ കേസിനും വഴക്കിനും പോകുന്നവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ശരിയായിരിക്കത്തില്ല മോളെ. ശരിയായിട്ടുള്ളവരായിരുന്നെങ്കിൽ കേസിനും കോടതിയിലൊന്നും പോകാതെ പുറത്തുവെച്ച് ഒരു സെറ്റിൽമെന്റിന് തയ്യാറായനെ. ഇവരൊക്കെ വിവാഹം കഴിച്ച് വലിയ വലിയ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഭാവിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് മുന്നിൽ കണ്ടിട്ട് തന്നെയാ. എന്തായാലും ഞാൻ അനിയൊന്ന് വിളിക്കാം, അവനോട് പെട്ടെന്ന് വരാൻ പറയാം. ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ടേ. നീ ഒന്ന് ഫ്രീ ആയപ്പോ എന്റെ എല്ലാ ഡ്യൂട്ടിയും മാറ്റി വെച്ചിട്ട് നിന്റെ കൂടെ വന്നേ. അങ്ങനെ പറഞ്ഞു. വന്നില്ലെങ്കിലേ ഞാൻ വാക്ക് ധരിക്കും. പിന്നെ ജൂലറിയുടെ 7 അയലത്ത് പോലും പോവില്ല. അതുകൊണ്ട് വന്നോളാം.